ഭരത്തെ, എന്തെങ്കിലും ഇൻഫർമേഷൻ? ഏട്ടാ, സൈബർ സെല്ലിലെ വിനോദ് സാറെ ഇപ്പോൾ വിളിച്ചത്. നമ്മുടെ വീട്ടില് ഭാനുവിനോടൊപ്പം ഉണ്ടായിരുന്നത് ശരണ്യ തന്നെയാ. ആ കുട്ടിയുടെ ഫോണും ഭാനുവിനോടൊപ്പം കുറെ ദൂരം ഉണ്ടായിരുന്നു. പിന്നീട് ആ ഫോൺ സ്വിച്ച് ഓഫ് ആയി. ഇതുവരെ ഓൺ ആയിട്ടില്ല. അപ്പൊ ഇതിന് പിന്നിൽ എന്തൊക്കെയോ കളികളുണ്ട് ഭരത്. ശരണ്യെ കണ്ടെത്താൻ എന്താ വഴിയെന്ന് നോക്കണം. അതൊക്കെ കണ്ടുപിടിക്കാട്ടാ. നമ്പർ കിട്ടിയല്ലോ, ഇനിയിപ്പോ അഡ്രസ് കണ്ടുപിടിക്കാനാണോ പ്രയാസം? ഇപ്പൊ തന്നെ ഇത്രയും ദിവസം പിന്നിട്ടു. താമസിക്കും തോറും കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിക്കൊണ്ടിരിക്കും. നോക്കാട്ടാ. അല്ലെങ്കിൽ ACPയോട് ഞാൻ തന്നെ കാര്യങ്ങൾ അവതരിപ്പിക്കാം. ലീഗലായിട്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. എങ്കിൽ അതായിരിക്കും നല്ലത്. മറ്റു കാര്യങ്ങളെ കുറിച്ചൊന്നും ഇപ്പൊ ചിന്തിക്കണ്ട. ഏട്ടാ, അരുന്ധതി കുറെ ആയിട്ട് വിളിക്കോ, ഒന്ന് ഹോൾഡ് ചെയ്യണേ. ശരി. എന്താ ഭരത്തേട്ടാ, എത്ര നേരം കൊണ്ട് ഞാൻ വിളിക്കുന്നു. ഞാനൊരു കോളിലായിരുന്നു. എന്താ? ആന്റി ഇതുവരെ വന്നിട്ടില്ല. തിരക്ക് പോയ സേതു ഉടനെ കാണുന്നില്ല. നീ സേതുവേട്ടനൊന്ന് വിളിച്ചു നോക്ക്. മായിച്ച് വിളിച്ചു, പക്ഷെ എടുക്കുന്നില്ല. എന്താ ഭരത്തേട്ടാ ഇത്? ഭാനു, ആന്റി, ഇപ്പൊ സേതുവേട്ടനും. എനിക്ക് ആകെ പേടിയായിട്ട് വയ്യ. നീ ഫോൺ വയ്ക്ക്, ഞങ്ങൾ ഇപ്പൊ തന്നെ വരാം. ഒന്ന് വേഗം വാ. ശരി. ഏട്ടാ. എന്താ ഭരത്തെ? അമ്മ ഇതൊരു അമ്പലത്തിൽ നിന്ന് വന്നിട്ടില്ല ഏട്ടാ. അന്വേഷിച്ചു പോയ സേതുവേട്ടനെയും കാണാനില്ലെന്ന്. നമുക്കൊന്ന് വീട് വരെ ഒന്ന് പോയിട്ട് വന്നാലോ? പിന്നെന്താ, നീ ഇവിടെ റെഡി ആയിട്ട് നിന്നോ, ഞാൻ വരുന്നു.